ആചാരവും അന്തരീക്ഷവും ഒക്കെ നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി പരമാനന്ദ ഗുരുസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ധൈര്യമായിട്ട് അങ്ങോട്ട് പൊക്കോ. അയ്യേ, എന്ത് ഒരു വഴിക്ക് പോകുമ്പോ ചെരുപ്പാണോടാ പട്ടി ആദ്യം എടുത്ത് തരുന്നത്? ശരി, അപ്പൊ പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ. എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കല്ലേ. നീ ഒന്നും മിണ്ടാതിരി, എനിക്കെല്ലാം അറിയാം. നീ ഞാൻ പറഞ്ഞ പോലെ മാറി എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്നു. എല്ലാത്തിനും എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കാണാം. കണ്ട വന്ന് വാങ്ങാ. അടുത്ത ആള് വരിക. വേഗം വേഗം വാങ്ങാ. വരിക വരിക. മംഗളാനുഭവന്തു. ഇവൻ സംഗതി ഡോൾബി ആക്കോ. ആരാ? നാം ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയുടെ വത്സല ശിഷ്യൻ ജയദേവാനന്ദ സ്വാമികൾ. എവിടുന്ന് വരണു? ഹിമാലയ സാനുക്കളിൽ നിന്ന് ദേശാടനത്തിനായി ഇറങ്ങിയതാണ്. ഇതുവഴി കടന്നു പോയപ്പോൾ ഇവിടം സന്ദർശിക്കാനുള്ള മുഹൂർത്തമായെന്ന് തോന്നി. പരമാനന്ദ ഗുരുസ്വാമിക്ക് ഇങ്ങനെ ഒരു ശിഷ്യനുള്ളതായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല. രമേഘ ടവർത്തിയിൽ വെച്ച് ഗുരുസ്വാമി സമാധിയായ വിവരം ടെലിഗ്രാം അടിച്ചറിയിച്ചത് നാമാണ്. ഇവിടെ വരണമെന്നും അങ്ങേ കാണണമെന്നും സമാധിയാകും മുമ്പ് ശ്രീ പരമാനന്ദ ഗുരുസ്വാമി നമ്മോട് പറഞ്ഞിരുന്നു. എന്താ വിശ്വാസമായില്ലേ? ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയെ തിരുവാതിര നക്ഷത്രം ആതിര അല്ലേ? ജന്മം കൊണ്ട് മാതൃനഷ്ടവും വളർച്ച കൊണ്ട് പിതർനഷ്ടവും സംഭവിച്ചിരിക്കണമല്ലോ. നൃത്യനാട്യാദി കലകളിൽ കലാതിലകം, പിടിവാശിക്കാരി, ഏത് രഹസ്യവും നിധി പോലെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുവാൻ മിടുക്കി. പുത്രന്റെ ആത്മാവ് പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല അല്ലേ സ്വാമി? വടക്ക് ഭാഗത്തെ കുളനകത്തി അവിടെ വിഘ്നേശ്വരമൂർത്തി പ്രതിഷ്ഠ നടത്തുവാൻ ഗുരുസ്വാമി പറഞ്ഞിരുന്നല്ലോ. എന്താ പ്രതിഷ്ഠ നടത്തിയോ? നടത്തി. പടിഞ്ഞാറ്റു തള്ളിൽ ഒറ്റമുഖപ്പിന് നേരെ നിന്നിരുന്ന കാഞ്ഞിരം വെട്ടിമാറ്റി അതിനടുത്തുള്ള അരയാലിന് ചുറ്റും നാഗത്തറ കെട്ടി നിത്യവും വിളക്ക് വെക്കണമെന്നും ഗുരുസ്വാമി ഏൽപ്പിച്ചിരുന്നു. ചെയ്തോ? അതിന്റെ ഐശ്വര്യമുണ്ട്. പക്ഷെ അനിഷ്ടങ്ങൾ പലതും സംഭവിക്കാനിടയുണ്ട്. സൂക്ഷിക്കണം. ആളെ മനസ്സിലാക്കാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഡോൺ വറി. പരമാനന്ദ ഗുരുസ്വാമി തങ്ങിയിരുന്ന ആശ്രമം നമുക്കൊന്ന് കണ്ടാ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ആവാം, എഴുന്നള്ളിയാലും നടന്നാട്ടെ. ഗുരുവേ വന്നാലും ഗുരുവേ നമഃ. ഇനി പ്രേമദാസന്റെ ഊഴം. ഗുരുവേ നമഃ. അമ്മേ കാളി. ഗുരുവേ ശപിക്കരുത്. ഓം ശ്രീ പരമാനന്ദ ഗുരുസ്വാമിയായ നമഃ. സ്വാമി ഗുരുവേ നമഃ. പരമാനന്ദ ഗുരു ഗോകർണത്തിൽ നിന്നും കൊണ്ടുവന്ന ശംഖ്, ഗണ്ഡകി നദിയിൽ നിന്നും കൊണ്ടുവന്ന സാളഗ്രാമം. എന്താ ശരിയല്ലേ? പറശ്ശിനിക്കടവ് മുത്തപ്പ, എന്തൊരു ദിവ്യജ്ഞാനം. സന്തോഷായി. ഇവിടെ വരാനും പരമാനന്ദ ഗുരുസ്വാമിയുടെ പാദസ്പർശനമേറ്റ് പവിത്രമായ ഈ ആശ്രമ സന്നിധിയിൽ പ്രവേശിക്കാനും നമിക്കാനും സാധിച്ചതിൽ നാം ധന്യനായി. ഇതിനനുവദിച്ച അങ്ങേക്കും എന്റെ പ്രണാമം. ഇനി സാറ്റിസ്ഫാക്ഷനോടുകൂടി യാത്ര തുടരാം. ഗുരുവേ വിടല്ലേ, ഐശ്വര്യമാണ് വന്നു കിട്ടിയിരിക്കുന്നത്. സ്വാമി, അടിയനൊരു അപേക്ഷയുണ്ട്. കുറച്ചുനാൾ ഇവിടെ താമസിച്ച് വിശ്രമിച്ചിട്ട് പോരെ? ഇനി ദേശാടനം എന്നല്ലേ? അതെ. ജ്ഞാനദൃഷ്ടി അപാരം. മറിച്ചൊന്നും പറയരുത്. മറ്റൊരു ഗ്രഹത്തിൽ വസിക്കുന്നത് അനുവദനീയമല്ലാത്ത കാര്യമാണ്. എങ്കിലും നാം ഒന്ന് ആലോചിക്കാം. വൈദ്യർ ഇച്ഛിച്ചതും സ്വാമി കൽപ്പിച്ചതും പാല്. ഓം ഗുരുവേ നമഃ. അത് ഗുരുസ്വാമി തങ്ങിയിരുന്ന പള്ളിയറയാണ്. അങ്ങോട്ട് പ്രവേശിക്കാം. സ്വാമി സൂക്ഷിക്കണേ, രക്ഷിക്കണേ. മമ്പള്ളി, സദ്യ ഒരുക്കിക്കോളാൻ പറയൂ. പറശ്ശിനിക്കടവ് മുത്തപ്പ, എന്റെ അത്താഴം നീ മുട്ടിക്കല്ലേ.
ദേ പ്രേതദാസൻ. നിക്ക്. ഇപ്പൊ തന്നെ ഇങ്ങോട്ട് എഴുന്നള്ളമായിരുന്നു. സ്വാമിയെ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞില്ലേ പിന്നെന്താ എഴുന്നള്ളിയാല് നമ്മൾ തമ്മിലുള്ള കണ്ടീഷൻ മറന്നോ? എവിടെ വൈദ്യര്? തല മറന്ന് എണ്ണ തേക്കള്ള പുല്ല്. പുല്ലിന് നല്ല വിലയുണ്ടോടാ ചൂല്. സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് തേടി ഇടകള മങ്കി. കയ്യെ കിട്ടുന്ന ഗിയറിട്ടില്ലെങ്കിൽ വണ്ടി ചിലപ്പോ റിവേഴ്സ് ആയി പോടാ ഡോങ്കി. എവിടെ വൈദ്യര്? എനിക്ക് എന്നെ പിടിച്ചിട്ടെന്താ കാര്യം? അയ്യോ ന്യായം നടക്കണം. അതാണ് ഞാൻ ഞങ്ങളോട് എനിക്ക് പറയണം. അല്ലെങ്കിൽ എന്റെ സ്വഭാവം നീയോ? നിന്നോട് ആര് പറഞ്ഞു പടി കടന്നു വരാൻ? പടി കിടന്നല്ല മതില് ചാടിയാ വന്നത്. തർക്കുത്തരം പറയുന്നോടാ നിഷേധി. എന്റെ അമ്മോ. നടക്കണ പുറത്ത് ഇറങ്ങാൻ. സ്വാമി അരുത്. സ്വാമി ഇവനെ അവിടത്തേക്ക് അറിയില്ല. നാവെടുത്ത കള്ളത്തരെ പറയൂ. വേറെന്തു അടിയും പൊറുക്കും. പക്ഷേ കൂട്ടത്തിൽ നിന്നുകൊണ്ട് വിശ്വാസം വന്നിട്ട് കാണിച്ച ആ സ്വാമി പറയട്ടെ, ഈ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. സ്വാമി വേണ്ട. സ്വാമിയെ സ്വാധീനിക്കാമെന്ന് കരുതണ്ട. എന്റെ മുഖം കണ്ടാൽ അവിടത്തേക്ക് അറിയാം. അമ്പള്ളി വേറെടുത്ത് പറിച്ച് എറിയടോ ഈ കാർക്കോടകനെ. ഇങ്ങോട്ട് വാടാ. വരട്ടെ. സ്വാമി ഒന്നിങ്ങോട്ട് വരൂ. അയാളെ ഇപ്പൊ പറഞ്ഞു വിടണ്ട. സ്വാമി അവൻ പെരുങ്കള്ളനാ. അറിയാം. പച്ചമരുന്നുകൾ വാങ്ങാൻ ഏൽപ്പിച്ച വകയിൽ കൃത്രിമം കാണിച്ചു അല്ലേ? അത് അയാളുടെ ജന്മനക്ഷത്രത്തിന്റെ ദോഷമാണ്. പൂയില്യ നക്ഷത്രത്തിലാണ് ജനനം. പോയില്ലയോ? അതെ. പൂയം കഴിയുകയും ചെയ്തു. ആയിലിട്ട് തുടങ്ങിയിട്ടില്ല. ഇതിനിടയ്ക്കുള്ള ഒരു അപൂർവ നക്ഷത്രമാണ് പൂയില്യം. അസുര ജന്മമാ. നോക്കുക, അയാൾ ഈ തറവാട്ട് മണ്ണിലുള്ളത് അങ്ങേക്ക് വളരെ നല്ലതാണ്. ഓ അങ്ങേക്ക് വരേണ്ട ആപത്തുകൾ മുഴുവൻ മാറി അവനിലേക്ക് വീണുകൊള്ളും. എന്നാലും സ്വാമി ഇവനെ വിശ്വസിച്ച് എങ്ങനെ തറവാട്ടിൽ കയറ്റാൻ പറ്റും? എല്ലാം നോം നോക്കിക്കൊള്ളാം. കുറച്ചുനാൾ നമ്മുടെ ആശ്രമത്തിൽ നിൽക്കട്ടെ. ആ അവിടുത്തെ ഇഷ്ടം. ഇവിടെ വരൂ വത്സ. ഹരിഹോം. കർമ്മം കൊണ്ട് നന്മ ചെയ്ത് പൂർവകാല ദോഷം തീർക്കാൻ തൽക്കാലം നമ്മുടെ പരികർമ്മയായി ഇവിടെ കൂടിക്കൊള്ളൂ. എന്നോളൂ. സ്വാമി എന്നാലും പോയില്ലെന്നൊരു നാളുണ്ടെന്ന് ഞാൻ എപ്പോഴാ അറിയണേ? നമ്മൾക്കറിയാത്ത എന്തൊക്കെയോ ഉണ്ട് കുട്ടിയെ ഈ അണ്ടകടാകത്തില്. ഇത്ര ചെറുപ്പത്തിലെ സ്വാമിമാർക്ക് ഇത്രയും ജ്ഞാനദൃഷ്ടി എങ്ങനെ ഉണ്ടാവണം അച്ഛമ്മേ? അവരൊന്നും നമ്മളെ പോലെ വെറും മനുഷ്യജന്മങ്ങളല്ല, അവതാരങ്ങളല്ലേ, അവതാരങ്ങള്. ആ ഉണ്ണിയുടെ അച്ഛൻ വന്നു തോന്നുന്നു. ഇന്നിനി മതി, ഇതെല്ലാം എടുത്തോട്ട് പൊടി. സുഭദ്രേ. ദാ ഇവിടെ. ആ അവൻ വരുന്നുണ്ട്. ആര്? പറയാം. ബാലഗോപാലൻ. ആഹാ. ബോംബെന്ന് ഭാനുമതിയുടെ കത്തുണ്ട്. ആ ഗൾഫിൽ നിന്ന് ബോംബെയിലെത്തിയ പിറ്റേന്ന് തന്നെ അവൻ ഇങ്ങോട്ട് വരും അത്രേ. ആ കുറച്ചു ദിവസം ഇവിടെ വന്ന് വിശ്രമിക്കാനാണ് അവന്റെ തീരുമാനം. അത് വേണോ? എന്താ? അല്ല, കല്യാണത്തിന് മുമ്പ് അവൻ ഇവിടെ വന്ന് നിക്കണത് നിന്നാലെന്താ? അന്യനോ മറ്റോ ആണോ? പറഞ്ഞാ ക്ഷോഭിക്കരുത്. ഉം കുട്ടിക്ക് ഈ ബന്ധത്തിൽ അത്ര താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു.